Come on, round up. ഇവിടുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് തേവരെ കൂട്ടി വേറൊരു ജീപ്പ് എടുത്തുവാ. ഈ ജീപ്പ് ഞാൻ കൊണ്ടുപോകും. ഞങ്ങൾ വരട്ടെ മുന്നേ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എത്ര രാത്രിയായാലും വിളിക്കാൻ മടിക്കണ്ട. പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. നമുക്ക് പോവാം. ഇത്രയും സെക്യൂരിറ്റിന്റെ ആവശ്യം എന്താണപ്പാ? അവരത് അറിഞ്ഞു കാണും. അതാണിപ്പോ എന്റെ സംശയം. തനിക്ക് ഭ്രാന്താടുവോ? അവരെങ്ങനെ അറിയാൻ? അല്ലാത്തരും പോലീസും പട്ടാളത്തിന്റെ ആവശ്യം. താൻ പേപ്പറിലൊന്നും വായിച്ചില്ലേ? VIPസിന് സ്പെഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണമെന്നാ സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ. എന്തായിരിക്കും ആര് പത്രം വായിക്കലുണ്ട് വരെ?
വാത്സല്ലേ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ഫോൺ. അയ്യോ വേണ്ട, ഉറങ്ങുകയല്ലേ, ഞാൻ താഴെ പോയി ചെയ്തിട്ട് വരാം. CM എവിടെ? 6ാമത്തെ നിലയിലാണ്. നല്ല ഉറക്കമാ. He will be all right soon. Hey, mister. കിട്ടിയോ? ഇല്ല. എന്തിനാ എഴുന്നേക്കുന്നേ? നീ അനങ്ങാതെ കിടക്ക്. പേടിക്കാനൊന്നുമില്ല. 2 സ്റ്റിച്ചുണ്ട്, അത്രേ ഉള്ളൂ. DAG ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. അവന് കിട്ടിയില്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് പിടിക്കും. എല്ലാ ഹോട്ടലിലും സിറ്റിയുടെ ഓരോ മുക്കിലും മൂലയിലും അവനെ തരുന്നുണ്ട്. പിടിക്കാതിരിക്കില്ല, ഡെഫിനറ്റ്. അല്ല, നീ അങ്ങോട്ടാ? ഞാൻ പോവാ. എനിക്കിനി ഇവിടെ കിടന്ന് ഉറക്കം പറ്റില്ല. എടാ, നിനക്ക് ഇപ്പൊ റെസ്റ്റാണ് ആവശ്യം. നീ റിലാക്സ് ചെയ്യേ. പറയുന്നത് നിനക്ക്. പെരുമാളെ, നിങ്ങൾ തന്നെയാണോ ആംബുലൻസ് വിളിച്ചത്? അതെ സാർ. ഇത് തന്നെയാണല്ലോ ആള്? അതെ സാർ. പക്ഷെ ഈ മുടി അല്പം. എല്ലാം ബാക്കി എടുത്തോളൂ. വരൂ.
നീയോ? ആ. വാ. അല്ല, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ ഇതെവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യിച്ചു. 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഹോസ്പിറ്റൽ കേട്ടാ എനിക്ക് അലർജിയ. സത്യം പറഞ്ഞ അപ്പോഴാണ് നിന്റെ കാര്യം ഓർത്തത്. അതേതായാലും നന്നായി. അല്ല, നിന്റെ വണ്ടി എവിടെ? വർക്ക്ഷോപ്പില്ല. 2 ദിവസം കഴിഞ്ഞേ കിട്ടും. അത് കിട്ടിയിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോകാൻ. ശ്രീധര, നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാം. അത് നമുക്ക് ആലോചിക്കാം. വാ കിടക്കാം. അല്ല, നിന്റെ വൈഫൊക്കെ ഒരിക്കൽ വാ. എവിടെ നിന്ന്? ആ ലൈറ്റ് ഇട്ട് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. പിന്നെ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായി. ആ സർക്കാർ ബംഗ്ലാവിൽ എങ്ങാനും വന്ന് താമസിച്ചിരുന്നെങ്കിൽ വെറുതെ നമ്മളെ മെനക്കണം. പലരെയും കണ്ടിട്ട്. എന്നാലും ഇങ്ങനെ ഒരു വാശിയുണ്ട്. എന്റെ ഒപ്പീനിയൻ, അയാൾ സ്ഥലം വിട്ട് കാണും. ഇനി അയാൾ ഇവിടെ നിൽക്കില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല സാർ. അയാൾ പോവില്ല. പോകില്ലേ? ഇന്നലെ ഈ പട്ടണം മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചു നോക്കിയത്. നമ്മുടെ പോലീസുകാരല്ലേ സാർ അരിച്ചത്? ഓ, എങ്ങനെയുണ്ടോ മന്ത്രിക്ക്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നത്. സാർ, ഇന്നലത്തെ സംഭവം CM അറിഞ്ഞോ? അറിഞ്ഞു. പുള്ളിക്ക് അത്ര വിശ്വാസമായി. ആ, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കാലം വരുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ആ കൈമളിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അവരോട് മിണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അതും ഇതുമായിട്ട് എന്താ ബന്ധം സാർ? എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. സാർ, ഈ ബൈ ഇലക്ഷൻ വരെ അങ്ങനെ ജീവിച്ചിരിക്കുവോ? അത് പറയാൻ ഞാൻ ജ്യോത്സ്യനുമല്ല. സാർ, നമുക്ക് അയാളുടെ ഫോട്ടോഗ്രാഫ് TV കൊടുത്താലോ? അല്ല, ഒരുപാട് വിവരങ്ങളൊന്നും വേണ്ട. ആളെ കുറിച്ചൊരു വാണിംഗ് അത്രയും മതി. ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് വേണം. ആ, നോക്കാം. ഇമ്പോർട്ടന്റ് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിലേ എന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ സാർ. കൊട്ടോ സാർ, മിനിസ്റ്റർക്ക് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ലോട്, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. എന്തായി, പണിയെല്ലാം കഴിഞ്ഞു? കഴിഞ്ഞു സാർ. എല്ലാ ഗ്ലാസും മാറ്റി ബുള്ളറ്റ് പ്രൂഫ് തന്നെ ഇട്ടു. ഗോപിക്കുട്ടാ, എന്താ സാർ? ഇവിടെ ആരാ പാചകം ചെയ്യുന്നേ? വത്സല തന്നെ. വേറെ കുക്കൊന്നുമില്ലേ? ഇല്ല. സാധനങ്ങൾ വാങ്ങിക്കുന്നതോ? ചിലപ്പോ വണ്ടിക്കാർ വരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മേടിക്കും. എന്നാ ഇനി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടിക്കാരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ശരി സാർ.